ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ 2022 തന്നെ കേട്ടറ്റ് കാറ്റഗറി 2-ൻ്റെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കേട്ടറ്റ് ബേസിക് കോഴ്സ് മാത്തമാറ്റിക്സ് കാറ്റഗറി 1 PYQ അനാലിസിസ് 2022 പാർട്ട് 1. ഓക്കെ, സോ ഇതിൽ നമുക്ക് മാത്സിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. സോ 31st ക്വസ്റ്റ്യൻ ഇതാണ്. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 38.5 ആണ്. ഈ 8 എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരാശരി 38.5 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ശരാശരി കാണാനുള്ള സമവാക്യമൊക്കെ നമുക്കറിയാം. അതൊന്നും യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ശരാശരി എന്നുള്ളത് 38.5 ആണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. 38.5 എന്നുള്ളത് 38ൻ്റെയും 39ൻ്റെയും ഇടയിലാണ് അല്ലേ? 38.5 എന്നുള്ളത് 38ൻ്റെയും 39ൻ്റെയും ഇടയിലാണ്. ഇനി 38, 39 8 എത്ര എണ്ണമായി? 2 എണ്ണമായി. അപ്പോൾ 8 എണ്ണത്തിൽ ഇങ്ങോട്ട് 4 എണ്ണം ഉണ്ടായിരിക്കും, അങ്ങോട്ട് 4 എണ്ണം ഉണ്ടായിരിക്കും. സോ 38 എഴുതുക, 37, 36, 35. സോ 1, 2, 3, 4 എണ്ണമായി. ഇനി അങ്ങോട്ട് 4 എണ്ണം 39, 40, 41, 42. ഓക്കെ, 39, 40, 41, 42. സോ ടോട്ടൽ 8 എണ്ണമായി. 38.5 എവിടെ വരിക? ഇവിടെയാണ് വരിക. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 35. ഓക്കെ, 35. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. ഇങ്ങനെ എഴുതിയാൽ മതി. എണ്ണൽ സംഖ്യകളുടെ ശരാശരി വരുമ്പോൾ അവിടെ പോയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കുക നിങ്ങൾ. ഈവൻ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അവിടെ 38, 39ൻ്റെ ഇടയിലാണ് 38.5 വരുന്നത്. സോ ഇവിടെ നിന്നുണ്ടായിരിക്കും ഇങ്ങോട്ട് 4 നമ്പേഴ്സ്, അങ്ങോട്ട് 4 നമ്പേഴ്സ്. സോ ഏറ്റവും ചെറുത് വരുന്നത് എത്രയാണ്? 35. ഇനി ഇങ്ങനെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആൾജിബ്രായിക്കലായിട്ട് ഓക്കെ ബീജഗണിത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യത്തെ സംഖ്യ എക്സ് ആണെന്ന് എടുക്കുക. അടുത്ത സംഖ്യ എന്തായിരിക്കും? x+1. തൊട്ടടുത്ത സംഖ്യ എന്തായിരിക്കും? x+2. അങ്ങനെ 8ാമത്തെ സംഖ്യ എന്തായിരിക്കും? x+7. 8 സംഖ്യകൾ. ഈ 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ശരാശരി എങ്ങനെ കാണുക? ആകെ തുക കണ്ടിട്ട് 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ x+1 പ്ലസ് x+2 പ്ലസ് എക്സെട്ര പ്ലസ് x+7 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 38.5. ഓക്കെ, ഇനി ഇവിടെ എത്ര എക്സ് ഉണ്ട് നോക്കുക. 8x ഉണ്ടായിരിക്കും. 8x പ്ലസ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 7 ബൈ 8 ഈക്വൽ ടു 38.5. ഈ 38.5ൻ്റെ 8നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? 38.5ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എത്ര ഇട്ട് നോക്കാം. 8x പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 7. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? n × n + 1/2 ആണ്. സോ ഇവിടെ n-ൻ്റെ പൊസിഷനിൽ 7 ആണ്. സോ 7 × 7 പ്ലസ് 1/2 സമം 38.5 × 8 എന്ന് കിട്ടും. ഓക്കെ, 38.5 × 8 എന്ന് കിട്ടും. സോ ഇവിടെ 38.5 × 8 എത്രയാണെന്ന് നോക്കാം നമുക്ക്. 38.5 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 385 ആണ്. ഓക്കെ, 385 ആണ്. ഇനി 10 ആണ്, നമുക്ക് 8 മതി. സോ 2 × 38.5 നോക്കാം. 38.5 × 2. ഓക്കെ, 38 × 38 പ്ലസ് 38 എത്രയാണ്? 38 പ്ലസ് 38 വരുന്നത് 76 ആണ്. 76ന്ന് സോ 77 വരും. അപ്പോൾ 77 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 385ന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ 310. 310ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ സോ 308 വരും. ഓക്കെ, സോ ഇത് എത്ര വരുന്നത്? 308. ഓക്കെ, സോ 8x പ്ലസ് 7 × 8/2. ഓക്കെ, 7 × 8/2. 8 ഇവിടെ 8 വരും, 2 വരും. സോ ക്യാൻസൽ ചെയ്തു. 7 × 2 എത്ര വരും? ഓക്കെ, 7 × 8/2. 7 × 4 വരും. 7 × 4 28 വരും. ഓക്കെ, സോ 8x സമം 308 മൈനസ് 28 വരും. എത്ര വരും? 308 മൈനസ് 28 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 280 കിട്ടും. 8x സമം
280. എക്സ് സമം 280/8 വരും സമം 35. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത് 35. ഓക്കെ, ഇത് കുറച്ചുകൂടെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു വഴിയാണ്. ഏറ്റവും സുഖം ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. 35, 36, 37, 38. ഓക്കെ, ഈ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഉള്ളത്. ഓക്കെ, ശരാശരി എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിലുള്ള വാല്യൂ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ശരാശരി എന്നുള്ളത്. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലുള്ള വാല്യൂ, കറക്റ്റ് സെൻറ്റർ എന്നല്ല ഏകദേശം ഒരു വാല്യൂ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? 2/3, 6/7, 9/10, 4/5 ഇങ്ങനെയാണുള്ളത്. 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം? 0.75 മുക്കാലാണ് അല്ലെ. 5/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50/6 നോക്കുക. ഓക്കെ, 50/6 നോക്കുക. 5/6 എന്ന് പറയുമ്പോൾ 50/6, 50ൽ എത്ര 6 ഉണ്ട് നോക്കുക, എത്രയാണ്? 8. അപ്പം 50 അല്ല, നമുക്ക് 5 ആണ് വേണ്ടത്. സോ 0.8 നോക്കുക. ഓക്കെ, പിന്നെ എത്രയെന്നുള്ളത് നോക്കിയാൽ മതി. 83 വരും ഏകദേശം. ഓക്കെ, 83, 0.83 ഏകദേശം വരും. എന്തായാലും എന്താവില്ല, 9/10 ആവില്ല. 9/10 എത്രയാണ്? 0.9 ആണ്. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ്. ഓക്കെ, പിന്നെ 6/7 ഉണ്ട്, 4/5 ഉണ്ട്, 2/3 ഉണ്ട്. 2/3ന്റെ വാല്യൂ നോക്കിയാൽ 20/3 നോക്കുക ആദ്യം. അപ്പോൾ എത്ര കിട്ടും? 6 പോയിന്റ് സംതിങ് ആവും വരിക. പക്ഷെ നമുക്ക് 2/3 മതി. അപ്പോൾ ഒരു 0 കിട്ടില്ല. അപ്പോൾ 0.666 അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇത് രണ്ടും എന്തായാലും ആവില്ല. ഓക്കെ, ഇത് രണ്ടും ആവില്ല. ഇനി 6/7ഉം 4/5 ആണുള്ളത്. ഏതെങ്കിലും ഒരു ഉത്തരേ കറക്റ്റ് ആവുള്ളൂ. സോ 4/5 നോക്കുക. 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40/5 എത്ര നോക്കിയാൽ മതി. 45/5 എത്രയാണ്? 8 ആണ് വരുന്നത്. നമുക്ക് 4/5 മതി. സോ 0നെ ഒന്നും ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ 0.8. ഇവിടെ 0.83 ആണ് വരുന്നത്. ഇവിടെ 0.8 കറക്റ്റ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇവിടെ നമുക്ക് നോക്കാം 6/7 ആണുള്ളത് അല്ലേ. 6/7 എന്ന് പറയുമ്പോൾ 60/7 ആദ്യം ചെയ്യാം. 60/7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9, 7, 63. സോ 8, 7, 56 വരും. 0.8. ഓക്കെ, 8, 7, 56 വരും. പോയിന്റ് ഇടുക. 56 പിന്നെ 60ലേക്ക് 4 ഉണ്ട് അല്ലേ, 4 ഉണ്ട്. അപ്പോൾ 4നെ 7 ചെയ്യുമ്പോൾ 0.84 സംതിങ് വരും. ഓക്കെ, 0.84 സംതിങ് വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണ്? 0.84 അല്ല, 0.85 സംതിങ് വരും. ഓക്കെ, സോ ഇതെന്താണ്? ഇതിനേക്കാൾ വലുതാണ്. 0.83 വലുതാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലായാൽ അവയിൽ ചെറിയ കോണിന്റെ അളവ് എത്ര? അവയിൽ ചെറിയ കോണിന്റെ അളവ് എത്ര? 4:5 എന്ന അംശബന്ധത്തിലാണ്. സോ 4 + 5 ചെയ്യുക. 4 + 5 ചെയ്താൽ 9 കിട്ടും. ആകെ കോൺ എത്രയാണ്? ഇത് നമ്മൾ ആകെ കൂട്ടി 9. അതായത് ആകെ കോണ് 180 ഡിഗ്രി. ഒരു രേഖീയ ജോഡിയിലെ ഒരു രേഖയിലെ ആകെ കോൺ എത്രയാണ്? 180 ഡിഗ്രി. സോ 180/9 ചെയ്താൽ എത്ര കിട്ടും? 20 ഡിഗ്രി. ഓക്കെ, 20 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കൂട്ടിയാൽ 9 കിട്ടി. ആ 9നെ നമ്മൾ 180നെ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 20 ഡിഗ്രി കിട്ടി. അപ്പോൾ 9 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ 4 ഭാഗം എന്ന് പറയുന്നത് 4 × 20 ഡിഗ്രി ചെയ്യുക. 4 × 20 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. ഈ 5 × 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ കോൺ എത്രയാണ്? 80ഉം 100ഉം ആണ്. ഓക്കെ, 80, 100. അതിൽ ഏറ്റവും ചെറുതേതാ? 80 ആണ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്, 80 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 6ാം ക്ലാസ്സിൽ 1/2 ഹരിക്കണം 1/4 എന്ന ക്രിയ ചെയ്യാൻ അറിയുന്ന കുട്ടികൾക്ക് ഈ ക്രിയകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതായത് ഭിന്നസംഖ്യകളുടെ ഹരണം ചെയ്യാൻ അറിയാം, പക്ഷെ അത് ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ചോദ്യത്തിൻ്റെ കാഠിന്യ നിലവാരം ഉയർന്നതാണ്, ആവണമെന്നില്ല. ഓക്കെ, കാരണം പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഭാഷാപരമായ പ്രയാസം കുട്ടികൾക്ക് നേരിടുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും അത് നേരിടണമെന്നില്ല. ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട ക്രിയകൾ വിവിധ ജീവിത സന്ദർഭങ്ങളിലൂടെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, കുട്ടികൾക്ക് ഈ ക്രിയകൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? അത് വിവിധ ജീവിത സന്ദർഭങ്ങളിലൂടെ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ ആ പ്രായോഗിക പ്രശ്നങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഒരു ടാങ്കിൽ 30% വെള്ളമുണ്ട്. 50 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ടാങ്കിൻ്റെ 40%.
എങ്കിൽ ടാങ്കിൻ്റെ ഉള്ളളവ് എത്ര ലിറ്റർ? ഓക്കെ, അപ്പോൾ 30% വെള്ളമുണ്ട്. അപ്പോൾ ഉള്ളളവായിട്ട് നമുക്ക് എന്തെടുക്കാം? ഉള്ളളവ് എക്സ് ആയാൽ ഉള്ളളവ് എക്സ് ആയാൽ എക്സിൻ്റെ 30% വെള്ളം അതിലുണ്ട് അല്ലെ. എക്സിൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ഇൻറ്റു 30/100. അതിലിപ്പോൾ എത്ര വെള്ളമാണുള്ളത്? അതിലേക്ക് 50 ലിറ്റർ ഒഴിച്ചു അല്ലേ. എത്ര ഒഴിച്ചത്? 50 ലിറ്റർ ഒഴിച്ചു. 50 ലിറ്റർ ഒഴിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സിൻ്റെ 40%, എക്സ് ഗുണിക്കണം 40/100, 40% കൂടി. ഓക്കെ, 40% മാറി. ഇപ്പം 30% ഉള്ളത് എത്രയായിട്ട് മാറി? 40% മാറി. അങ്ങനെയാണെങ്കിൽ ഉള്ളളവ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഉള്ളളവ് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. സോ 30ഉം ഈ ഒരു 0 വെട്ടിപ്പോയി, 0 ക്യാൻസൽ ചെയ്തു. സോ 3x/10 പ്ലസ് 50 സമം 4x/10. സോ 50 സമം 4x/10 മൈനസ് 3x/10 എന്ന് വരും. ഓക്കെ, 4x/10 സമം മൈനസ് 3x/10 എത്ര വരുന്നത്? 10. ഛേദം തുല്യമാണ്. സോ ഛേദം എടുത്ത് എഴുതി. അംശം തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ 4x മൈനസ് 3x എക്സ് വരും. സോ 50 സമം x/10. സോ എക്സ് സമം 50 × 10 എത്ര വരുന്നത്? 500 വരും. ഓക്കെ, 50 × 10 500 വരും. എത്ര ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഗണിത പ്രൊജക്റ്റിന്റെ ചില ഘട്ടങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം എന്താണ്? ശരിയായ ക്രമം എന്താണ്? പരികൽപ്പന രൂപീകരിക്കൽ, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കൽ, വിവരശേഖരണം, പ്രശ്നം തിരിച്ചറിയൽ. ഓക്കെ, പരികൽപ്പന രൂപീകരിക്കൽ, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കൽ, വിവരശേഖരണം, പ്രശ്നം തിരിച്ചറിയൽ. അപ്പോൾ ആദ്യം ഒരു പ്രൊജക്റ്റ് ഇതാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രശ്നങ്ങൾ തിരിച്ചറിയണം അല്ലേ. പ്രശ്നങ്ങൾ തിരിച്ചറിയണം. പിന്നെന്ത് ചെയ്യണം? ലക്ഷ്യങ്ങൾ. അപ്പോൾ അത് ഒന്നാമത്തത്. ഓക്കെ, ഒന്നാമത്തത്. പിന്നെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം അല്ലേ. പിന്നെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം രണ്ടാമത്തത്. പിന്നെന്ത് ചെയ്യണം? പരികൽപ്പന രൂപീകരിക്കണം. അപ്പോൾ ഇത് മൂന്നാമത്തത്. പിന്നെന്താണ്? വിവരശേഖരണം നാലാമത്തത്. വിവരം ശേഖരിച്ചാൽ മാത്രം മതിയോ? അടുത്ത സ്റ്റെപ്പുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ 1 2 3 4. ഓക്കെ, സോ ഏതാണ് വരുന്നത്? DBAC. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ലീലാവതി എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആര്? ലീലാവതി എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യാണ്. ഓക്കെ, ഭാസ്കരാചാര്യ. ആര്യഭട്ടയുടെ ഇത് ആര്യഭടീയ. ഓക്കെ, ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ആര്യഭടീയ. അതുപോലെ തന്നെ യൂക്ലിഡിൻ്റെത് ദ എലമെന്റ്സ്. പ്രശസ്ത ഗ്രന്ഥമാണ് ദ എലമെന്റ്സ്. ശ്രീനിവാസ രാമാനുജൻ്റെത് അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്തുള്ള ഒരു ഗ്രന്ഥം നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഇത് രണ്ടും ഒരുമിച്ച് വയ്ക്കുക, ആര്യഭടീയം ആൻഡ് ദ എലമെന്റ്സ്. ഓക്കെ, അടുത്തത് 2⁻21 + 2⁻21 = 4 x ആയാൽ എക്സിൻ്റെ വില എത്ര? ഓക്കെ, 2⁻21 + 2⁻21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2⁻21. ഓക്കെ, 2 × 2⁻21 = 4 x. 4 എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു? 2² എന്ന് എഴുതി, all power x എന്ന് എഴുതി. ഓക്കെ, all power x. ഇതിനെങ്ങനെ എഴുതാം? 2⁻1 × 2⁻21 ദാറ്റ് ഈസ് 2⁻22. നമുക്കറിയാം x⁻m × x⁻n = x⁻m+n ആണ്. അതുപോലെ തന്നെ x⁻m all⁻n = x⁻mn ആണ്. ഓക്കെ, സോ ഈ രണ്ടാമത്തെ ഇതിലുള്ള പ്രിൻസിപ്പൾ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെഴുതും 2⁻2 all⁻x ദാറ്റ് ഈസ് 2⁻2x. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് x⁻m = x⁻n ആണെങ്കിൽ ഇംപ്ലൈസ് m = n. x⁻m ഉം x⁻n ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? m = n ആണെന്ന് പറയാം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? 2x = 22 ആണെന്ന് പറയാം. ദാറ്റ് ഈസ് x = 22/2 = 11 ആണെന്ന് കിട്ടും. ഓക്കെ, x = 11 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വരുന്നത് ചിത്രത്തിൽ PQRS എന്നിവ സമാന്തരങ്ങളാണ്. കോൺ PQT = 110 ഡിഗ്രി, കോൺ RST = 130 ഡിഗ്രി എങ്കിൽ കോൺ UTV എന്നിവയുടെ കോൺ UTV ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോൺ UTV ഈ കോണാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കോൺ കണ്ടാൽ മതി. ഈ രണ്ട് കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ കോൺ കാണാൻ വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു, ഒരു ലംബം വരച്ചു. ഇത് രണ്ട് സമാന്തരമാണല്ലോ. ഞാനൊരു ലംബം വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ,
1 2 3 4 5 5 വശങ്ങളുണ്ട്. 5 വശങ്ങളുള്ള എന്താണ്? പഞ്ചഭുജമാണ്. ഒരു പഞ്ചഭുജത്തിലെ ആകെ കോൺ എന്താണ്? ആകെ കോൺ എന്ന് പറയുന്നത്, ഒരു പഞ്ചഭുജത്തിലെ ആകെ കോൺ പറയുന്നത് നമുക്കറിയാം n-2 ഇൻറ്റു 180 ചെയ്താൽ മതി. ഓക്കെ, സമയം നമുക്ക് എത്ര കിട്ടും? n എത്രയാണ്? 5 അല്ലേ? 5 - 2 3 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ 540 കിട്ടും. ഓക്കെ, 540 കിട്ടും. അപ്പോൾ ഇവിടെ 90 ഉണ്ട്, 180 ആയി. 180 110 290 വരും അല്ലേ? 290 വരും. 290 130 290 130 420 വരും. 420 പ്ലസ് ഇതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് സമം 540 കിട്ടും. സോ എക്സ് സമം 540 മൈനസ് 420 ചെയ്യുക. എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. സോ ഇതെത്രയാണ്? 120 ഡിഗ്രി. അതുകൊണ്ട് ഈ കോൺ എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? സമയം തന്നിട്ടുള്ളത് എത്രയാണ്? സെക്കൻഡുകളിലാണ് സമയം തന്നിട്ടുള്ളത്. നമുക്ക് മീറ്റർ ഇവിടെ തന്നെ ട്രെയിനിൻ്റെ നീളവും അതുപോലെ തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്ന പാലത്തിൻ്റെ നീളവും മീറ്ററിലാണ് എന്നുള്ളത്. പക്ഷേ വേഗത മാത്രം എന്നുള്ളത് km/hലാണ്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതിനെന്താ വേണ്ടത്? വേഗത സമം 72 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 72 ഇൻറ്റു 5/18 ചെയ്യണം. എന്നാലേ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. മീറ്റർ/സെക്കൻഡ് 18ഉം 72ഉം ക്യാൻസൽ ചെയ്തു, 4 വന്നു. ദാറ്റ് ഈസ് 20 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വേഗതയെ ആദ്യം മാറ്റി, നമ്മൾ വേഗതനെ ആദ്യം മാറ്റണം കേട്ടോ. ആദ്യം മാറ്റിയിട്ട് ഇനി 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 500 മീറ്റർ നീളമുള്ള പാലം കടക്കുന്നു. അപ്പം ആകെ ദൂരം എത്രയാണ്? ആകെ ദൂരം സമം 500 + 100 എത്രയാണ്? 600. ആകെ ദൂരം 600 ആണ്. അങ്ങനെയാണെങ്കിൽ സമയം സമം ദൂരം ബൈ വേഗത. ഓക്കെ, ദൂരം ബൈ വേഗത എത്രയാണ് വരുന്നത്? 600/20 വരും, സമം 30 സെക്കൻഡ്. 600/20 സമം 30 സെക്കൻഡ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തുള്ള എത്രയേ ഉള്ളൂ? നമ്മൾ സമയം സമം ദൂരം ബൈ വേഗത എന്നുള്ള സമവാക്യം ഉപയോഗിച്ചു. അതുപോലെ തന്നെ വേഗതയെ നമ്മൾ എന്ത് ചെയ്തു? km/h നിന്ന് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി. അതിന് വേണ്ടിയിട്ട് 5/18 കൊണ്ട് ഗുണിച്ചു. അത്രയേ ഉള്ളൂ. ദൂരം ബൈ വേഗത ചെയ്ത് കഴിഞ്ഞാൽ 600/20 സമം 30 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശ കണക്കാക്കുമ്പോൾ 5 വർഷം കൊണ്ട് 3000 രൂപ 3600 രൂപയാകും. പലിശ നിരക്ക് 1% വർദ്ധിച്ചാൽ 5 വർഷത്തേക്ക് ആകെ പലിശ എത്ര രൂപയാകും? 5 വർഷത്തേക്ക് ആകെ പലിശ എത്ര രൂപയാകും? സോ ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശ കണക്കാക്കുമ്പോൾ, അപ്പോൾ സാധാരണ പലിശയാണ് കണക്കാക്കേണ്ടത്. സാധാരണ പലിശയ്ക്ക് എന്തുണ്ട്? നമുക്ക് I സമം PNR/100. ഓക്കെ, പലിശ എത്രയാണ് ഇവിടെ? പലിശ നോക്കുക, 3000 രൂപ ഉള്ളത് 3600 രൂപയായി അല്ലേ? സോ I സമം എത്രയാണ് നമുക്കറിയാം? 600 ആണെന്ന് കിട്ടി. 3000 ഉള്ളത് 3600 ആയി, അപ്പോൾ 600. വർഷം എത്രയാണ്? കാലാവധി എത്രയാണ്? 5. ഓക്കെ, പി മുതൽ എത്രയാണ്? 3000. ഓക്കെ, ഇനി ഇത് നമുക്ക് കാണാനുള്ളത് എന്താണ്? ആദ്യത്തെ പലിശ നിരക്കാണ്. നമുക്ക് 1% പിന്നീട് വർദ്ധിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പലിശ നിരക്ക് നമുക്ക് ആദ്യം കാണണം. ആദ്യത്തെ പലിശ നിരക്ക് കാണാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? R സമം 100 ഇൻറ്റു I ഡിവൈഡഡ് ബൈ P ഇൻറ്റു N. P ഇൻറ്റു N ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻറ്റു I ചെയ്ത് കഴിഞ്ഞാൽ 60000 ഡിവൈഡഡ് ബൈ P എത്രയാണ്? 3000 ഇൻറ്റു 5. ഓക്കെ, 3000 ഇൻറ്റു 5 എത്ര ചെയ്യും? 3 0 പോയി, 60/15 കിട്ടും, സമം 4% പലിശ നിരക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 4% പലിശ നിരക്ക് കണക്കാക്കുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 5 വർഷം കൊണ്ട് 3000 രൂപ 3600 രൂപയായത്. പിന്നീട് എന്ത് ചെയ്തു? 1% കൂട്ടി. അപ്പോൾ ഇപ്പോൾ പലിശ നിരക്ക് എത്രയാണ്? ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് R സമം 5 ആണ്. ഓക്കെ, R സമം 5. അപ്പോൾ പലിശ നിരക്ക് എത്ര വർദ്ധിപ്പിച്ചു? 1% വർദ്ധിപ്പിച്ചാൽ 5 വർഷത്തേക്ക് ആകെ പലിശ എത്ര രൂപയാകും?
5 വർഷത്തേക്ക് ആകെ പലിശയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എത്രയാണ്? I സമം ഓക്കെ PNR ബൈ 100. പി എത്രയാണ്? 3000 തന്നെ. 3000 ഇൻറ്റു N എത്രയാണ്? 5 ഇൻറ്റു R എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ 100. ഓക്കെ I സമം PNR ബൈ 100. അപ്പോൾ 5 കിട്ടി. പലിശ നിരക്ക് 5 ആണ്. സോ 2 0 ക്യാൻസൽ ചെയ്തു. 30 ഇൻറ്റു 5 150. 150 ഇൻറ്റു 5 750. പലിശ എത്ര കിട്ടുന്നത്? 750 രൂപ. ഓക്കെ സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ പലിശ നിരക്ക് കാണുക. എന്നിട്ട് ഇപ്പോഴത്തെ പലിശ നിരക്ക് 4% 5% ആക്കി അത് വെച്ചിട്ട് ഇപ്പോഴത്തെ പലിശ കണക്കാക്കുക. ഓക്കെ അടുത്തത് ജ്യാമിതിയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയുടെ ശരിയായ ക്രമം ഏതാണ്? ഉൽപ്പന്നത്തെ സ്വയം വിലയിരുത്തുന്നു, ഏകദേശ മാതൃക രൂപീകരിക്കുന്നു, അനുയോജ്യമായ വഴി ഒരു ഉപകരണം കണ്ടെത്തുന്നു, കൃത്യത സൂക്ഷ്മത എന്നിവ പാലിച്ച് നിർമ്മിതി പൂർത്തിയാക്കുന്നു. ഓക്കെ അപ്പോൾ ആദ്യം വേണ്ട എന്തായിരിക്കും? ഏകദേശ മാതൃക രൂപീകരിക്കുക. തന്നിട്ടുള്ളതിൽ ആദ്യം വേണ്ടത് ഏകദേശ മാതൃക രൂപീകരിക്കുക. ഓക്കെ പിന്നെ എന്താണ് വേണ്ടത്? അനുയോജ്യമായി വഴി അല്ലെങ്കിൽ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ? ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക രണ്ടാമത്തത്. പിന്നെ വേണ്ട എന്താ? കൃത്യത സൂക്ഷ്മത എന്നിവ പാലിച്ച് നിർമ്മിതി പൂർത്തിയാക്കുക മൂന്നാമത്തത്. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? വിലയിരുത്തേണ്ടത്. ഓക്കെ നാലാമത്തത്. അതായത് BCDA. ഓക്കെ അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. BCDA. ഓക്കെ BCDA ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അടുത്തത് 5 സ്ക്വയർ ഗുണിക്കണം 2 ക്യൂബ് ഗുണിക്കണം 3 സ്ക്വയർ എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ ഇത് ഏതോ ഒരു സംഖ്യയെ പ്രൈം ഫാക്ടറൈസ് ചെയ്തതാണ്. ഓക്കെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ വളരെ സിമ്പിളാണ്. ഈ പവർ വരുന്ന നമ്പേഴ്സ് നോക്കുക, കൃതിയായിട്ട് വരുന്ന നമ്പേഴ്സ്. ഓക്കെ അപ്പോൾ ആ നമ്പേഴ്സ് എടുക്കുക. 2 കൂടി 1 കൂട്ടുക, ഗുണിക്കണം. അടുത്ത എടുക്കുക 3 കൂടി 1 കൂട്ടുക, ഗുണിക്കണം. അടുത്ത സംഖ്യ എടുക്കുക 2 കൂടി 1 കൂട്ടുക. ഇത് 3 കൂടി ഗുണിച്ച ആൻസർ കിട്ടും. ഓക്കെ 2 + 1 എത്രയാണ്? 3 ഗുണിക്കണം 4 12, 12 ഗുണിക്കണം 3 36. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്പറിനെ നമ്മൾ n എന്നുള്ളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ P1 പവർ R1 P2 പവർ R2 എക്സെട്ര PK പവർ RK എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 + 1 ഇൻറ്റു R2 + 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു RK + 1 എന്നാണ്. ഓക്കെ RK + 1 എന്നാണ്. അപ്പോൾ ഏതൊരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ അഭാജ്യ സംഖ്യകളുടെ കൃതികളോട് കൂടിയിട്ട് 1 കൂട്ടുക, എന്നിട്ട് അവയൊക്കെ കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ അടുത്തടുത്ത ഏത് 2 എണ്ണൽ സംഖ്യകളുടെ തുകയും ഒറ്റസംഖ്യയാണ്? ഈ തത്വം തെളിയിക്കുന്നതിന് പ്രൈമറി ക്ലാസ്സിൽ അനുയോജ്യമായ പഠനരീതി. പ്രൈമറി ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ അനുയോജ്യമായ പഠനരീതി എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപഗ്രഥന രീതി, നിഗമന രീതി, ആഗമന രീതി, ഉദ്ഗ്രഥന രീതി. ഈ 3 എണ്ണത്തിലേക്കും കുട്ടികൾ എന്തിട്ടുണ്ടാവില്ല? വളർന്നിട്ടുണ്ടാവില്ല. ഓക്കെ അപ്പോൾ ചെറിയ ക്ലാസ്സിലാണ്. അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വഴി എന്ന് പറഞ്ഞാൽ ആഗമന രീതിയാണ്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതി. ഓക്കെ അതായത് ഇപ്പോൾ 2 സംഖ്യകളുടെ അടുത്തടുത്ത ഏത് 2 സംഖ്യകളുടെ തുകയോ ഒറ്റസംഖ്യയാണെന്നുള്ളതിൻ്റെ ഈ തത്വം തെളിയിക്കുന്നതിന് പ്രൈമറി ക്ലാസ്സിൽ അനുയോജ്യമായ പഠന രീതി ഏതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തടുത്ത ഏത് 2 എണ്ണൽ സംഖ്യകളുടെ തുകയും ഒറ്റസംഖ്യയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് വളരെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇത് പഠിപ്പിക്കുകയല്ല വേണ്ടത്, ഇത് തെറ്റാണെന്നാണ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ ഒന്ന് ക്വസ്റ്റ്യൻ തെറ്റാണ്, ഒറ്റസംഖ്യ ആയിരിക്കില്ല. കാരണം അടുത്തടുത്ത ഏത് 2 എണ്ണൽ സംഖ്യകളുടെ തുകയും എന്ന് പറയുന്നത് 1 × 2 നോക്കുക നിങ്ങൾ. 1 × 2 = 2 ആണ്. 2 അടുത്തടുത്ത എണ്ണൽ സംഖ്യയാണ്, ഇരട്ടസംഖ്യയാണ്, ഒറ്റസംഖ്യയല്ല. ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണിത്. ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണിത്. സോ അടുത്തത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരട്ടസംഖ്യ ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമില്ല.
ഓക്കെ, ഇരട്ട സംഖ്യയാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്നില്ല. അത് പറ്റിയ രീതി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഓക്കെ, അടുത്തത് 10,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ടാങ്കിന്റെ നീളം 2 മീറ്ററും വീതി 1 മീറ്ററുമാണെങ്കിൽ അതിന്റെ ഉയരം എത്ര മീറ്റർ ആണ്? അപ്പോൾ ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും, അതിൻ്റെ ഉയരം, ടാങ്കിന് നീളം 2 മീറ്റർ ആണ്, വീതി 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഉയരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കണം, ഇത് ലിറ്ററിലാണ് തന്നിട്ടുള്ളത്, അതിന് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.001 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 മീറ്റർ ക്യൂബാണ്. അതായത് അപ്പോൾ 10,000 ലിറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10,000 ഇൻറ്റു 0.001 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ ക്യൂബ് ആവും. അതായത് എത്രയാണ്? 10,000 ഇൻറ്റു 0.001 എന്ന് പറഞ്ഞാൽ ഈ 3 പൂജ്യം കൊണ്ട് കളഞ്ഞാൽ മതി. 3 പൂജ്യം കളഞ്ഞാൽ 10 കിട്ടും. 10 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 10 മീറ്റർ ക്യൂബ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, അപ്പോൾ വ്യാപ്തം നമുക്ക് കിട്ടി അല്ലേ? വ്യാപ്തം എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. നീളം എത്രയാണ്? നീളം എന്ന് പറയുന്നത് 2 ആണ്. വീതി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ നമുക്കറിയാം സമവാക്യം, ഒരു ടാങ്ക് അല്ലേ, ഒരു ടാങ്കിൻ്റെ നീളം എന്ന് പറയുമ്പോൾ നീളം വീതി ഗുണിക്കണം ഉയരം, നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം, L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അതായത് 10 സമം 2 ഗുണിക്കണം 1 ഗുണിക്കണം എച്ച്. സോ എച്ച് സമം 10/2 വരും, സമം 5 മീറ്റർ. ഓക്കെ, 5 മീറ്റർ. സോ ഇവിടെ നമ്മൾ ചെയ്തതാണ്, നമ്മൾ ശ്രദ്ധിക്കണം, അളവിനെ മാറ്റാൻ ശ്രദ്ധിക്കണം. L എന്നുള്ള 1 ലിറ്റർ എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട് മീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുവരണം. അതിന് ഇത് ആലോചിച്ച് വെക്കണം. 1 ലിറ്റർ ഈക്വൽ ടു 0.001 മീറ്റർ ക്യൂബാണ്. സോ അതിനെ മാറ്റിയിട്ട് എന്താക്കണം? 10,000 ലിറ്ററിനെ മാറ്റിയിട്ട് 10 മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. എന്നതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ കൊടുത്തതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ കിട്ടുന്നത് 5 ആണ്. വോള്യം എന്താണെന്നുള്ള ആലോചിച്ച് വെക്കണം. വോള്യം എന്നുള്ളത് ഒരു സമചതുര സ്തംഭാകൃതിയിലുള്ള ടാങ്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടാങ്കിന്റെ നീളം വീതി ഉയരം അങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം? ഒരു സമചതുര സ്തംഭാകൃതി അല്ല, ചതുരസ്തംഭാകൃതിയിലുള്ള ഇതാണ്, ടാങ്കാണ് തന്നിട്ടുള്ളത്. സോ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എച്ച് സമം 5 മീറ്റർ എന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. PYQ അനാലിസിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോർട്ട് ചെയ്ത് അനാലിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക. താങ്ക് യു.